വാർത്തകൾ തുടരുന്നു. സ്വകാര്യ ബസ്സിടിച്ച് വിദ്യാർത്ഥി മരിച്ചതിൽ കോഴിക്കോട് പേരാമ്പ്രയിൽ പ്രതിഷേധം. ബസ്സുകൾ തടഞ്ഞ് യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ്, KSU പ്രതിഷേധം. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷം. പോലീസ് ലാത്തി വീശി. പോലീസ് ജീപ്പിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധക്കാർ. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചെയ്യുന്നുണ്ട്. അഭിന, ശക്തമായ പ്രതിഷേധമാണ്. എന്താണ് ഇവിടെ പ്രധാനമായുള്ള ആവശ്യം? കൂടുതൽ വിവരങ്ങൾ. ആതിര, നിലവിൽ ഇവിടെ ഇപ്പോൾ പ്രതിഷേധക്കാരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തിട്ടുണ്ട്. അല്പസമയം മുൻപ് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെയും ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത്. യൂത്ത് കോൺഗ്രസും അതോടൊപ്പം തന്നെ യൂത്ത് ലീഗും KSU വിദ്യാർത്ഥി സംഘടനകളായിട്ടുള്ള KSU, SFI തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു പ്രധാനമായും ഇവിടെ പ്രതിഷേധമുണ്ടായിരുന്നത്. നാട്ടുകാരും സമാനമായ രീതിയിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ആ വിദ്യാർത്ഥി ഇത്തരത്തിൽ മരിക്കുന്നത്. പിന്നീട് ജനങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇത് വലിയ രീതിയിലൊരു പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഇന്നലെ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിന് 2 മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ തൊട്ടടുത്ത ഡിഗ്നിറ്റി കോളേജിലെ മറ്റൊരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെടുന്നത്. ഈ സ്വകാര്യ ബസിന്റെ മത്സരയോട്ടം കാരണം. അതിനു മുന്നേ കൂട്ടാളിടക്കാരിയ ഒരു സ്ത്രീ ഇവിടെ നിന്ന് മരിച്ചു. ബസ്സിൽ നിന്ന് വീണ് മരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇതിനെ വേഗത പരിശോധിക്കാൻ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട RTO, പേരാമ്പ്രയിലെ പോലീസോ ഈ റൂട്ടിലെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലെ പോലീസ് അധികാരികളോ തയ്യാറാവുന്നില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പോലീസുകാരും RTO ഉദ്യോഗസ്ഥരും ബസ് മുതലാളിമാരിൽ നിന്ന് വലിയ തുക കൈക്കൂലിയായി മാസാമാസം കൈപ്പറ്റുന്നുണ്ട്, മാസപ്പടി കൈപ്പറ്റുന്നുണ്ട്. അതിന് ഒരു പരിശോധനയും വിജിലൻസ് ഉൾപ്പെടെ തയ്യാറാവാത്തതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. സിസ്റ്റത്തിന്റെ പരാജയമാണ്. നമ്മൾ മരണപ്പെട്ട വാർത്തകൾ അറിയുന്നു. എത്ര ആളുകൾ അംഗവൈകല്യം സംഭവിച്ച, അംഗഭംഗങ്ങൾ നഷ്ടപ്പെട്ട എത്രയോ ആളുകൾ ഈ കുറ്റ്യാടി കോഴിക്കോട് ബസ് റൂട്ടിലെ തൊഴിലാളികളുടെ മത്സരയോട്ടം കാരണം സംഭവിക്കുന്നുണ്ട്. ഇതിനെതിരെ നടപടി ഉണ്ടാവണം. നടപടിയില്ലെങ്കിൽ KSUവും യൂത്ത് കോൺഗ്രസും ശക്തമായ സമരങ്ങൾക്ക്, ഈ ഓഫീസുകൾ കയ്യേറിയുള്ള, തെരുവുകൾ കയ്യേറിയുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. ഇന്ന് തന്നെ ഈ സമരത്തെ പോലീസ്, ഈ ബസ് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങുന്ന പോലീസ് സമരത്തെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. സ്വകാര്യ ബസ്സിൽ, സർക്കാർ വണ്ടിയിലല്ല അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. സ്വകാര്യ ബസ്സിൽ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്ന് സ്വകാര്യ ബസ്സിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതിവിടെ വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിക്കൊണ്ട് ഇതാണ് ബസ് മുതലാളിമാരും പേരാമ്പ്രയിലെ പോലീസും RTOയും തമ്മിലുള്ള ഒത്തുകളിയുടെ ഏറ്റവും വലിയ ഉദാഹരണം. അതായത് പോലീസുകാരും RTO ഉദ്യോഗസ്ഥരും ബസ് ഉടമകളടക്കം ഇതിൽ ഒത്തുകളിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ നേതാക്കളടക്കം വിവിധ രാഷ്ട്രീയ സംഘടനകളടക്കം ഉന്നയിക്കുന്ന ഒരു കാര്യം. ഈ ഒരു പ്രതിഷേധം ഇത്രയും ആളിക്കെത്താനൊരു ഉണ്ടായൊരു സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രതിഷേധക്കാരെ എല്ലാം ഇത്തരത്തിൽ നീക്കം ചെയ്തത് സ്വകാര്യ ബസ്സിലേക്കാണ് എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ സമരത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നത്. ചേട്ടാ, സമരം ഇന്ന് ഒരു സൂചനാ സമരം എന്ന രീതിയിൽ ഇവിടെ റോഡ് ഉപരോധിക്കുകയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരോട് റോഡ് ഉപരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിരന്തരമായി ഇവിടെ ആളുകൾ മരിക്കപ്പെടുകയാണ്. ഒരുപാട് ആളുകൾ അംഗവൈകല്യം നേരിടുകയാണ്. നിരന്തരമായി ഇത്തരം ഈ ബസ് മുതലാളിമാരും അതുപോലെ തന്നെ ജീവനക്കാരും ഉൾപ്പെടെയുള്ള മാഫിയ സംഘങ്ങൾ ഇവിടെയുള്ള സാധാരണക്കാരെ ജീവിക്കുന്ന ആളുകളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയാണ് ഒരു സമരം നടന്നത്. ഈ സൂചനാ സമരം കൊണ്ട് ഇവിടെ അവസാനിക്കില്ല. നിരന്തരമായ സമരപരിപാടികളിലൂടെ യൂത്ത് കോൺഗ്രസ് ഇനി മുന്നോട്ട് പോകും. ഇന്ന് തന്നെ ഈ സമര പോരാളികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ പോലീസ് അധികാരികൾ കൊണ്ടുവന്നത് പ്രൈവറ്റ് ബസ്സാണ്. ആ നിലപാടത്തിൽ നമുക്ക് വ്യക്തമാക്കാം. ഈ പോലീസ് അധികാരികളും അതുപോലെ തന്നെ RTOയും അതുപോലെ തന്നെ ഈ ബസ് മുതലാളികളും തമ്മിലുള്ള ഒത്തുകളി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നിരന്തരമായ ഈ ഇത്തരം വിഷയങ്ങൾ ഇവിടെ അവസാനിക്കണം. ഇവിടെ സാധാരണക്കാരന് സ്വൈര്യ ജീവിതം നടക്കണം. അവൻ്റെ ജീവന് ഇവിടെ വില നൽകണം. അതിനുവേണ്ടി ശക്തമായ പരിപാടികൾ ഈ തുടർന്ന ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ പേരിലുള്ള ശക്തമായ പരിപാടികൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. സ്വകാര്യ ബസ്സുകളുടെ പ്രവേശനം നിർത്തിക്കോ? ഇനി സ്വകാര്യ ബസ്സുകളുടെ നിർത്തിക്കോ? ഇന്ന് കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലുള്ള ബസ്സുകളാണ് ഇന്ന് തടയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനൊരു അറുതി എടുത്തിട്ടില്ലെങ്കിൽ മുഴുവൻ സ്വകാര്യ ബസ്സുകളും ഈ നിരത്തിൽ തടയും. ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ജനങ്ങൾക്ക്, സാധാരണക്കാരന് ഇവിടെ ജീവിക്കാനുള്ള, സൗകര്യമായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്. ഈ സമരത്തിൽ സാധാരണക്കാരായ ജനങ്ങളും അല്പം അസൗകര്യങ്ങളുണ്ടെങ്കിലും അവരും കൂടി ഇതിന് ചേർക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം.
ഇതിനു മുൻപും ബസ്സുകൾ മത്സരയോട്ടം നടത്തിയിട്ടുണ്ട്. അന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. നിരന്തരമായി ഇവിടെ പ്രതിഷേധ പരിപാടി നടന്നിട്ടുണ്ട്. റോഡ് ഉപരോധങ്ങൾ നടത്തിയിട്ടുണ്ട്. RTO ഓഫീസുകൾ അതുപോലെ MVDയുടെ ഓഫീസുകൾ ഉപരോധിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമരത്തിലൊന്നും അധികാരികൾ ഒന്നോ രണ്ടോ ദിവസം അതിനുള്ള പരിപാടികൾ നടത്തും. അതിനുശേഷം അവരെന്ത് ചെയ്യും, നമ്മുടെ 60 കിലോമീറ്റർ താഴെ സ്പീഡ് ഗവർണർ ഉപയോഗിച്ചുള്ള ബസ്സുകളാണ് ഇവിടെ ഓടേണ്ടത്. പക്ഷേ നമുക്കറിയാം, നമുക്ക് ഇവിടെ 60 കിലോമീറ്ററിന്റെ താഴെ ഒരു തരത്തിലും ഒരു ബസ് ഓടുന്നില്ല. അതിന് മുകളിലാണ് സ്പീഡിൽ ഓടുന്നത്. അത്തരം ചെക്കിങ്ങുകൾ എന്തില്ല, RTO നിരന്തരമായി ചെക്കിങ്ങുകൾ നടത്തുന്നില്ല. അതുപോലെ തന്നെ ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഡ്രൈവർമാർ ഈ വാഹനം ഓടിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പേരാമ്പ്ര സ്റ്റാൻഡിന്റെ അടുത്താണ് ബീവറേജ് കോർപ്പറേഷൻ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡ്രൈവർമാർ യാത്ര നടത്തുന്നത്. ഇതൊന്നും നിരന്തരമായ ചെക്കിങ്ങിന് വിധേയമാക്കാതെയാണ് അധികാരികൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തുടർച്ചയായ ഈ അപകടങ്ങളൊക്കെ ഇവിടെ നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. തീർച്ചയായും അതിന് കടുത്ത ആരോപണം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നത്. അതായത് ലഹരി മരുന്നുകളുടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വാഹനങ്ങളടക്കം ഓടിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. അതുകൂടാതെ തന്നെ പ്രതിഷേധം ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നും വലിയ രീതിയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം തീരുമാനം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ജവാദ് സ്വകാര്യ ബസ് ഇടിച്ചു തെറിപ്പിച്ച ശേഷം ബസ്സിന്റെ അടിയിലേക്ക് പെടുകയും പിന്നീട് ഈ ടയറിനുള്ളിൽ നിന്നിട്ടാണ് ജവാദിനെ ഇത്തരത്തിൽ രക്ഷപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഇക്കാര്യം നേരത്തെയും അധികാരികളെ, അതായത് ഈ ഒരു സംഭവം നടന്ന സമയം മുതൽ അധികാരികളെ പോലീസുകാരെ അറിയിച്ചിട്ടുണ്ടെങ്കിലും പോലീസുകാർ കൃത്യസമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നൊരു ആരോപണം നാട്ടുകാർ ഇതിനോടകം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നാട്ടുകാർ മറ്റൊരു കാര്യം കൂടെ വ്യക്തമാക്കുന്നത്. അതായത് പോലീസുകാരും ഈ RTOയും ബസ് ഉടമകളും തമ്മിൽ ഒരു ഒത്തുകളി നടക്കുന്നുണ്ട്. ഈ ഒത്തുകളിയുടെ കാര്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒത്തുകളി നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ സ്വകാര്യ ബസ്സുകൾ ഇത്തരത്തിൽ മത്സരയോട്ടം നടത്തുന്നത് എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ നാട്ടുകാരും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ അടക്കം ഉന്നയിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു ഇക്കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസും അതോടൊപ്പം തന്നെ SFI, KSU തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ ഇതിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. നാട്ടുകാരും ഇതിനോടകം തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം എന്നുള്ളതാണ്. നേരത്തെയും സമാനമായ രീതിയിൽ നമുക്കറിയാം, കോഴിക്കോട് നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ മണിക്കൂറുകൾ കൊണ്ടാണ് വിവിധ ഇടങ്ങളിലേക്ക് എത്തുന്നത്. ഏകദേശം ഈ കോഴിക്കോട് ടൗണിൽ നിന്നും ഇപ്പോൾ നമ്മൾ പേരാമ്പ്രയിലേക്ക് തന്നെ ഏകദേശം 1 മണിക്കൂർ വേണം നമുക്ക് യാത്ര ചെയ്യാൻ. പക്ഷേ ഈ സമയം കൊണ്ട് ഒരു സ്വകാര്യ ബസ്സുകൾ എത്തുന്നത് വെറും 20-25 മിനിറ്റിനുള്ളിലാണ് ഈ പേരാമ്പ്ര ഭാഗത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അത്തരത്തിൽ വളരെ വലിയ വേഗത്തിലാണ് ഓരോ വാഹനങ്ങളും ഈ ഭാഗത്തേക്ക് എത്തുന്നത്. ടൗണിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്കുള്ള പല സ്വകാര്യ ബസ്സുകളും ഇത്തരത്തിൽ വലിയ സ്പീഡിലും അതോടൊപ്പം തന്നെ അശ്രദ്ധമായ രീതിയിലുമാണ് വാഹനം ഓടിക്കുന്നത് എന്നുള്ളത് നേരത്തെയും നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യം തന്നെയാണ്. ഈ ഒരു അപകടം നടന്നിരിക്കുന്നത് അശ്രദ്ധമായി വാഹനം ഓടിക്കുകയും അതോടൊപ്പം തന്നെ തെറ്റായ ദിശയിലൂടെ എത്തിയുമാണ് ജവാദിന് ഈ ഒരു ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ ബസ് ഇന്നിപ്പോൾ സമരമുണ്ടായി. ഈ സമരക്കാരെല്ലാം തന്നെ നീക്കം ചെയ്തത് മറ്റൊരു പ്രൈവറ്റ് ഒരു സ്വകാര്യ ബസ്സിലേക്കാണ് എന്നുള്ളതാണ്. ഈ സ്വകാര്യ ബസ്സിലേക്ക് സമരക്കാരെ തള്ളിയതാണ് ഏറ്റവും കൂടുതൽ വീണ്ടും പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഇപ്പോഴും നാട്ടുകാർ ഇവിടെ സംഘടിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണുന്നത്. ഈ ഭാഗത്തേക്കെല്ലാം തന്നെ ഇപ്പോൾ കുറ്റ്യാടി അതോടൊപ്പം തന്നെ കോഴിക്കോട് നിന്ന് വരുന്ന പല വാഹനങ്ങളും നിലവിൽ ഈ ബസ് സ്റ്റാൻഡിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. നിലവിൽ ഇവിടെ നിന്നും ഏകദേശം ഈ ലോക്കൽ മറ്റ് ചെറിയ ഇടങ്ങളിലേക്ക് മാത്രം എത്താൻ കഴിയുന്ന രീതിയിലുള്ള ബസ്സുകൾ മാത്രമേ നിലവിൽ ഇവിടെ നിന്നും വാഹനങ്ങൾ കടത്തിവിടുന്നുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ KSRTC ബസ്സുകളാണ് നിലവിൽ നിരത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. മറ്റ് സ്വകാര്യ ബസ്സുകളൊന്നും തന്നെ നിലവിൽ ഇവിടേക്ക് കയറ്റിവിടില്ല. കുറ്റ്യാടി ഭാഗത്തേക്കുള്ള ഒരു വാഹനവും അല്ലെങ്കിൽ കണ്ണൂർ ഭാഗത്തേക്കുള്ള ഒരു വാഹനവും നിലവിൽ ഈ ഭാഗത്തേക്കൊന്നും കടത്തിവിടില്ല എന്നുള്ള ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ് നാട്ടുകാർ എത്തിയിരിക്കുന്നത്. പ്രതിഷേധം ഇനിയും വരും ദിവസങ്ങളിൽ കടുപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ അറിയിച്ചിരിക്കുന്നത്. ആതിര. ശരി അഭിന, സ്വകാര്യ ബസ്സിടിച്ച് വിദ്യാർത്ഥി മരിച്ചതിൽ കോഴിക്കോട് പേരാമ്പ്രയിൽ പ്രതിഷേധം ശക്തമാണ്. ബസ്സുകൾ തടഞ്ഞ് യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ്, KSU പ്രതിഷേധം. പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാകുന്നു. പോലീസ് ലാത്തി വീശി. പോലീസ് ജീപ്പിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധക്കാർ. ഇന്ന് നടന്നത് സൂചനാ സമരമാണെന്നും ശക്തമായ സമരവുമായി